അസ്സലാമു അലൈക്കും. ഞാൻ ഷംനാദ്. ഞാൻ സ്വന്തമായി നിർമ്മിച്ച ഒരു ഹൈഡ്രോളിക് റോബോട്ടിക് ആമിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്രൊജക്റ്റിന്റെ പ്രത്യേകത, ഇതിൽ DC മോട്ടറോ ബാറ്ററിയോ ഉപയോഗിച്ചിട്ടില്ല. പകരം സാധാരണ മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും വെള്ളവും ഉപയോഗിച്ചാണ് ഈ ആം പ്രവർത്തിക്കുന്നത്. ഈ പ്രൊജക്റ്റിന്റെ പിന്നിലുള്ള പ്രധാന ശാസ്ത്ര തത്വം പാസ്കലിന്റെ നിയമം അഥവാ പാസ്കൽസ് ലോ ആണ്. രണ്ട് സിറിഞ്ചുകൾ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനുള്ളിൽ വെള്ളം നിറച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സിറിഞ്ചിൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന മർദ്ദം വെള്ളം വഴി നഷ്ടമില്ലാതെ മറ്റേ സിറിഞ്ചിലേക്ക് കൈമാറുന്നു. ആ മർദ്ദം രണ്ടാമത്തെ സിറിഞ്ചിനെ പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നു. ഇതിന്റെ ഫലമായാണ് ഈ ഹൈഡ്രോളിക് ആമിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി ചലിക്കുന്നത്. ജലം എളുപ്പത്തിൽ ചുരുങ്ങാത്ത ദ്രാവകമായതിനാൽ തന്നെ മർദ്ദം വളരെ കൃത്യമായി തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതാണ് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വം. ഈ സാങ്കേതിക വിദ്യ സ്കൂളുകളിലെ ഒരു ചെറിയ പ്രൊജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, യഥാർത്ഥ ജീവിതത്തിലും വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് കാർ ബ്രേക്കിംഗ് സിസ്റ്റം, JCB പോലുള്ള എക്സ്കവേറ്ററുകൾ, ക്രെയിനുകൾ, ടർബൻ ട്രക്കുകൾ, ഫോക്ക് ലിഫ്റ്റുകൾ, ഫാക്ടറികളിലെ ഹൈഡ്രോളിക് മെഷീനുകൾ, വിമാനങ്ങളുടെ ലാൻഡിംഗ് ഗിയറുകൾ, ഇവയെല്ലാം ഹൈഡ്രോളിക് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തന തത്വമാണ്. ഈ പ്രൊജക്റ്റിന്റെ നിർമ്മാണ സമയത്ത് തന്നെ ഹൈഡ്രോളിക് എങ്ങനെ പ്രവർത്തിക്കുന്നു, മർദ്ദം എങ്ങനെ കൈമാറ്റപ്പെടുന്നു, എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന തത്വം എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും കൂടുതൽ താല്പര്യം വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.